ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സ്റ്റുഡൻസിന് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നൊരു ഡെമോ വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് LBS സെൻറ്റർ എന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു സൈറ്റ് വരും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അവർ ഹൈലൈറ്റ്സിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ നമ്മളുടെ രജിസ്ട്രേഷൻ ID അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് പിന്നെ പാസ്വേഡ് അതിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ചയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ 3 ലൈൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ മുകളിൽ 3 ലൈൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ക്ലിക്ക് ഹിയർ ടു പേ എന്നൊരു ഓപ്ഷനുണ്ട്. ക്ലിക്ക് ഹിയർ ടു പേ നമ്മളുടെ കോളേജ് നെയിം, കോഴ്സ്, സീറ്റ് ടൈപ്പ് പിന്നെ ടോക്കൺ ഫീ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ക്ലിക്ക് ഹിയർ ടു പേ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, SBI ഓൺലൈൻ പേയ്മെൻറ്റ് യു ആർ ഗോയിങ് ടു പേ. നിങ്ങൾക്ക് എത്ര റുപ്പീസാണോ കാണിക്കുന്നത് അത് ആസ് ടോക്കൺ ഫീ എന്ന് കാണിക്കും. അതിൻ്റെ താഴെ തന്നെ പേ നൗ ഓറഞ്ച് കളറിൽ പേ നൗ എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, SBI ഇ-പേ വെച്ചിട്ട് പേ ചെയ്യുന്നത്. ഇത് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യണം. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പിന്നെ ഗൂഗിൾ പേ, ഇൻ്റർനെറ്റ് ബാങ്കിങ്, UPI, നെഫ്റ്റ്, SBI ബ്രാഞ്ച് പേയ്മെൻറ്റ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഏതാണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഈസി എങ്കിൽ നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്യാം. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്യാം. പിന്നെ എല്ലാം ഉണ്ടെങ്കിൽ UPI പേയ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ ഇത് താഴെ UPI എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ UPI പേയ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് UPI ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇതിൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇതിൽ SBI പേയ്മെൻറ്റ് എന്നല്ലേ കാണിക്കുന്നത്. അപ്പോൾ SBI അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമാണോ ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് SBI മാത്രമല്ല, ഏത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ UPI അത് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 2 ഓപ്ഷനുണ്ട്. ഒന്ന് UPI ID എൻ്റർ ചെയ്യുന്നത്, പിന്നെ UPI QR വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഞാൻ UPI ID വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എൻ്റെ UPI ID താഴെയുള്ള ആ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ബ്ലൂ കളറിൽ വാലിഡേറ്റ് UPI ID ഉണ്ടല്ലോ, അത് കൊടുത്താൽ മതി. UPI ID കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഗ്രീൻ കളറിൽ ടിക്ക് വരും. ഇനി അതിൻ്റെ താഴെ ഇപ്പോൾ പേ നൗ ഓപ്ഷനില്ല, അത് കൊടുത്താൽ മതി. നമ്മൾ ഏത് UPI ID ആണോ കൊടുത്തിരിക്കുന്നത്, ഏത് ആപ്പിലുള്ള UPI ID ആണോ കൊടുത്തിരിക്കുന്നത് ആ ആപ്പിലോട്ട് നമുക്ക് മെസ്സേജ് പോവും, പേ ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാം. ഞാനിപ്പോൾ ഫോൺ പേയുടെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോൺ പേ പോയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഗൂഗിൾ പേ ആണ് കൊടുക്കുന്നതെങ്കിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യണം. PayTM ആണെങ്കിൽ PayTM ഓപ്പൺ ചെയ്യണം. ഏത് ആപ്പിൻ്റെ UPI ആണോ കൊടുത്തിരിക്കുന്നത് അതിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതിൽ പോകുമ്പോൾ ഇങ്ങനെ അക്സെപ്റ്റ് പേ നൗ ആൻഡ് ഡിക്ലൈൻ എന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ പേ നൗ കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. ഇതിൽ ഡൺ കൊടുത്തിട്ട് ഗൂഗിളിൽ നമ്മൾ LBS സൈറ്റ് ഓപ്പൺ ചെയ്തില്ലേ, അതിൽ പിന്നെ പോയി നോക്കണം. അത് ക്ലോസ് ചെയ്യാൻ പാടില്ല, ആ ടാബ് ക്ലോസ് ചെയ്യാൻ പാടില്ല. ഞാൻ അത് പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പേയ്മെൻറ്റ് കൺഫേം ആയിട്ടുണ്ട്. കൺഫേം ആയതുകൊണ്ട് എനിക്ക് ഇതിൽ ടോക്കൺ ഫീ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് കൺഫേം ആയെങ്കിൽ ടോക്കൺ ഫീ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. കൺഫേം ആയിട്ടില്ലെങ്കിൽ 6 hours വരെ വെയിറ്റ് ചെയ്ത് നോക്കുക. വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെയും കൺഫേം ആയിട്ടില്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മണി ഡെബിറ്റ് ആയിട്ടുണ്ടെങ്കിൽ LBS ടീമിന് മെയിൽ അയച്ച് നോക്കുക. ആൻഡ് ഡേ ടൈം ആഫ്റ്റർ 10 o'clock, മോർണിംഗ് ആഫ്റ്റർ 10 o'clock LBS സെൻറ്ററിന് വിളിച്ചു നോക്കാം നിങ്ങൾക്ക്. ആൻഡ് ഇപ്പോൾ ഈ ടോക്കൺ ഫീ റെസിപ്റ്റ് ഉണ്ടല്ലോ, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ബിക്കോസ് ഫ്യൂച്ചറിൽ നമുക്കത് ആവശ്യം വരും. അഡ്മിഷൻ ടൈമിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അത് പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുക. ടോക്കൺ ഫീ റെസിപ്റ്റ് എന്ന് ഗ്രീൻ കളറിൽ കാണിക്കുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോക്കൺ ഫീ റെസിപ്റ്റ് ഡൗൺലോഡായി കിട്ടും. താങ്ക്